ചൂല് ആ കയറുണ്ട് ഇവിടെ. ഇജ്ജെന്ന് മുറ്റടിക്കണേ? ആ സ്കൂൾ മാർച്ചൊന്നും ഇല്ലല്ലോ ഇജ്ജ് ചെയ്തോ? ഇന്ന് ലൈലാത്താട് വരണ്ടാ പറയട്ടെ. രണ്ടെണ്ണം പോരെ, പുറത്തേക്ക് നടക്കും, നേരാക്കി തരാം. ഇത് വലുതാണ്, ചെറിയ ചൂലുണ്ട്, അത് തരാം. അടുക്ക് ഇത് ചൂലടിക്കണ തോന്നുന്നുണ്ട്. ഇതല്ലാത്തതുണ്ട്, ഞാൻ അടുത്ത് തരാം. വേറെ ആ ഇത് പിടിക്ക്, ഇത് പിടിക്ക്, നടക്ക്. ഇതാ ട്രെയിനിൻ്റെ ഒച്ച. കുട്ടികൾ മദ്രസക്ക് പോകുന്നുണ്ടാവും, അതേക്കാരം ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക അല്ലേ? ഇത് ഇവിടുന്ന് കിട്ടിയതല്ലേ കാട്ട്. ഇതല്ലാത്ത ചൂല് നടക്ക്. അതല്ല എടി ഇപ്പൊ പാടപെടാൻ വെച്ചിരുന്ന ചൂലുകളൊക്കെ. അതാ ചൂലൊന്ന്. എനിക്ക് പാകത്തിന് ഞാൻ പകുതിയാക്കി തരാം. വേറെ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടല്ലോ, ഭയങ്കര സ്മെല്ലുണ്ട്. കത്തിക്കാൻ പാടില്ല പറഞ്ഞാലോ ആൾക്കാർ കത്തിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവായിട്ട്. നമ്മത്തെ കയറ് വേണമല്ലേ? അത് ഊര് എന്നിട്ട് ഇത് പകുതിയാക്കും. ഇത് പിടിക്ക്. അല്ല അത് ഊരണ്ട. കണ്ടിറങ്ങിന്ന ഇത് പോരെ? അത് വേണ്ട, ഇതാണ് പിടിക്കാൻ വയ്ക്കാം. നോക്കിയോക്കാം, ഒരു മിനിറ്റ് അടിച്ചു വരി നോക്കിയോക്കാം. വയ്ക്കില്ലേ? നമുക്ക് പണി ചെയ്യാ പഠിക്കണത് ഇഷ്ടല്ല. ആരെ പ്ലാസ്റ്റിക് ഭയങ്കര സ്മെല്ല് അല്ലേ? നല്ല സ്മെല്ലുണ്ട്. കേസ് കൊടുക്കണം നമുക്ക് പ്ലാസ്റ്റിക് കത്തിക്കാൻ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാക്കൂനെ കൊണ്ടാക്കാൻ പോകുമ്പോണ്ട്, ഞാൻ കാക്കൂനെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോണ്ട് ട്രെയിനിന് പോയിരുന്നു. പേടി കണ്ടുപോലെ അങ്ങോട്ട് കടന്നില്ലേ. ഇന്നെന്താ മദ്രസ ഉണ്ടെങ്കിൽ നേരത്തെ നീക്കൂല, ഇല്ലാത്തുമ്പോൾ കാണാം നേരത്തെ നീക്കണം. ഇനി തുടക്കാനും ലൈലാത്താട് വരണ്ട പറയണം. ലൈലാത്ത ഒന്ന് വരണ്ട. ലൈലാത്ത ഇന്നുണ്ട് ഇനി സ്കൂള് തുറക്കോ, പിന്നെന്താ ശനി ഞായറും തുടക്കാൻ തട്ടിക്കൊട്ടലൊക്കെ ചെയ്യണമെന്ന് പറയും. പറ്റൂല. ഞാൻ ലൈലത്താത്താൻ്റെ ഒപ്പം ചെയ്തോ. ഇതൊന്ന് അടിച്ചേരിക്കാൻ നോക്കട്ടെ, കാണട്ടെ. അയ്യോ ആ കയ്യാ മടക്കി വെച്ച് അടിക്ക്. ഇനി അതൊക്കെ കുത്തിക്കണ്. ഇവിടുന്ന് അടിക്ക്. രണ്ട് കയ്യും കൂട്ടിയിട്ട് അടിക്കുക. അതെ, അതാ ചെയ്യണ്ടേ. എന്ത്
ആ ചൂലില്ലേ അത് ഞാൻ എടുത്ത് വെക്കാം. വൃത്തിയായി. ഒറ്റ ഫുള്ള് അടിച്ച് കഴിയുമ്പോഴത്തേന് ക്ഷീണിക്കൂട്ടോ. അവിടുത്തെ അടിക്കുവോ? ഉറപ്പാ? അടിക്ക ഇതങ്ങനെ അടിച്ചോളൂ. ഞാൻ പുട്ടിടട്ടെ കേട്ടോ. അതാ ഇതെന്തൊരു സത്യം പറയട്ടെ പറഞ്ഞ്. സത്യം പറയട്ടെ, ഞാൻ രാവിലെ നീച്ചിട്ട് പല്ല് വെച്ചിട്ടില്ല. ഇന്നലെ ലീലത്താത്ത വന്നിട്ട് ചെയ്താവില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒപ്പം ചെയ്യാം. അയ്യോ, ഇന്ന് ലീലാത്താട് വരുന്നില്ല പറയാനാണ്. ഇതിനെ ചിന്നെ കൊണ്ട് ചൂലുണ്ടാക്കിയത്. പറ്റൂല. എന്തിന്? എന്നാ നേരെ ചൂലെടുത്തേക്ക്. ലൈലാത്ത വന്നിട്ട് അടിക്കാം. ആ ചൂലിമ്മ കയ്യൊന്നും ഇങ്ങനെ തൊടല്ലേ. കയ്യൊക്കെ നന്നായിട്ട് കഴുകുക സോപ്പിട്ടിട്ട്. ലൈലാത്തല്ലേ? ലൈലാത്ത വരും. നമുക്ക് ഇടക്ക് ചാടിച്ചാലോ? അത് എൻ്റെ ഒപ്പം ഒന്ന് ഇരിക്കടി ചാടിക്കാൻ. എന്താ തിന്ന്? പൊറാട്ട തിന്ന്. ചിക്കൻ കറിയോ? ഇന്ന് എൻ്റെ ഒപ്പം പുട്ടും പപ്പടം തിന്നു. എന്തായാലും പപ്പടം മാത്രം തരൂല. എന്ത് എന്ത് ഇത് പുട്ടും പപ്പടം തിന്നണോ? എന്നാ പുട്ട് എടുക്ക്. ഫോണ് ഞാൻ തരില്ല. നേരം വെളുത്തിട്ട് 8:30 ആയിട്ടുള്ളൂ. അപ്പത്തിന് പിന്നെ ഇത് ഫോണിരുന്ന് കാണാൻ. അപ്പം മുറ്റം ഞാരടിക്കുക. ലൈലത്താത്ത വന്നാൽ അടിക്കുമ്പത്തിന് പുട്ട് ഒന്ന് തിന്നച്ച് പൊറാട്ട. എത്ര? എങ്ങനെ? കൈ മണത്തോക്കട്ടെന്ന് എരത്ത് നിൽക്കണമെന്ന്. ഇറച്ചിക്കറി അല്ലല്ലോ, മീൻകറിയാണല്ലോ. നേർച്ചക്ക് വാങ്ങിയ മോതിരത്തിൻ്റെ കളറൊക്കെ പോയി. ഞാൻ എന്നോട് പറഞ്ഞില്ലേ മോതിരം എടുത്തേക്കാൻ. സാരണ്ട്. ഇത് സൈക്കിൾ ഔട്ടണില്ലേ? എന്നിട്ട് സൈക്കിൾ ഔട്ടണ്. അപ്പത്തിന് നല്ല അപ്പം മുറ്റടിക്കല്. ഫോണോ? ഫോണ് ഞാൻ തരില്ല. കുട്ടികളെ കണ്ണൊക്കെ പോവുകയാണ്. കണ്ണ് ചെറിയ കണ്ണുള്ളത് വലിയ കണ്ണാവുക, ചെറിയ ചെവി ഉള്ളത് വലിയ ചെവിയാവുക. ഫോൺ കണ്ടാൽ മൂക്കൊക്കെ ഇങ്ങനെ വലിയതാവുക. ഈ ഫോണൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചെവിയും കണ്ണൊക്കെ അത് കാണണ്ടേ. ഈ കണ്ണ് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെവിമ്മക്കും പോകും, മൂക്കുമ്മക്കും പോകും, എല്ലായിടത്തേക്കും പോവേ. ഫോണ് തന്നിട്ടുള്ള പരിപാടി നിക്ക് മാത്രല്ലേ? ഞങ്ങൾക്ക് മാത്രമേ ഫോണ് കാണാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കണ്ണ് വലുതാവില്ല. ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ. അനക്ക് വേണ്ടേ? വേണ്ട. ഞാൻ പുട്ടും പപ്പടമൊക്കെ തിന്നട്ടെ. ഫോണ് തരില്ല. പൈക്കാവും. ഞാൻ പുട്ടുന്നട്ടെ. നല്ല തേങ്ങ ബാക്കി. ഈ തേങ്ങ കൂടുതലുണ്ടെങ്കിൽ പുട്ട് നല്ല രസം ഉണ്ടാവും. എന്നാ തേങ്ങ തരാം. എന്തേ പുട്ടോ? പുട്ട് തരാം. പിന്നെന്താ വേണ്ട? പുട്ടിന് കടലക്കറിയുണ്ട്, പപ്പടം ഉണ്ട്. പിന്നെന്താ ചോദിച്ചത്? അപ്പം പിന്നെ വീണ്ടും കടലക്കറിയും പുട്ടും. പിന്നെ മുട്ടക്കറിയും ഉണ്ട്, ദോശയുണ്ട്. എന്നത് ഹോട്ടലോ? നമുക്ക് പുട്ട് വേണോ? എന്നുവെച്ചാൽ വിട്ടുപോ. പുട്ട് വേണം. എന്ത് പുട്ടോ? ഇനി പുട്ടില്ല. ഒരു വട്ടേ പുട്ടിൻ്റെ ഇതുള്ളൂ.
ആ ആ ആ അരിക്കടില്ലല്ലോ. നേരത്തുനിന്ന് ഇനി 3 ദിവസം മാർച്ചില്ല. ഇത് കൊടുമുടിക്ക് നിൽക്കാൻ വെക്കോ. ഓക്കെ ഓക്കെ. നേരത്തുനിന്ന് എപ്പോഴാണ് പോവുക? എപ്പോഴേലൊക്കെ പോയിക്കോ അല്ലേ. മദർസില്ലല്ലോ, അപ്പോൾ പോയിക്കോട്ടെ. കൊടുമുടിക്ക് പോവില്ലേ? ശരിക്കും പോട്ടെ. ആ പോയിക്കോ, ഇവിടെ കണ്ട മനസ്സിലായില്ലല്ലോ ഉണ്ണി. പൊക്കോ. പോണ്ടോ? ഒരു ബസ് കയറ്റി തരാം. കരുവാമ്പടിക്കുന്ന ബസ് കയറ്റിയിട്ട് കൊടുമുടി വളവിൽ പോയി ഇറങ്ങിയാൽ മതി. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് നടന്നോ. വഴി അറിയായൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വിളിച്ചാലോ. കാക്ക അങ്ങനെ വരുന്നുണ്ട്, മിന്നു വരുന്നുണ്ട്, കാക്ക ഒന്ന് പോയി പിന്നെ മിന്നുവിനെ എടുത്തോണ്ടേന്ന്. എടുത്തോണ്ടല്ല, വണ്ടിയായിട്ട് പോയിട്ട് കൊണ്ടുവരുന്നു. ബസ്സിന് പൈസ കൊടുക്കണ്ടേ? അല്ല, കുട്ടികൾക്ക് 5 വയസ്സ് 7 വയസ്സായില്ലേ. അല്ല 10 വയസ്സിൻ്റെ മേലെയാണ് കുട്ടികൾക്ക് സ്കൂൾ ബസ്സിന് പൈസ കൊടുക്കണം. അല്ല, ബസ്സിന് ലൈൻ ബസ്സിന് പൈസ കൊടുക്കുക. അപ്പോൾ പൈസയും വേണ്ട. ആ അടിപൊളി. താത്ത സ്കൂട്ടിമേണാക്കി തരും. എങ്ങോട്ട്? ഉരുളാമ്പടിക്ക ഈ കരുവാമ്പടിക്കൊക്കെ. എങ്ങോട്ട്? കൊടുമുടിക്കോ? എന്നിട്ട് ആ കൊടുമുടി വളവിലെത്തിയിട്ട് ആ ഒരു ക്യാമറയുടെ ഇതുണ്ട്. മാമനക്ക് വിളിക്കാം. എന്നിട്ട് ഒരു ബസ് സ്റ്റോപ്പില്ലേ, താത്തന്നെ ആ സ്കൂട്ടിമേ അങ്ങോട്ടാക്കി തരും. മാമൻ ആരേലും വന്നിട്ട് കൊണ്ടുപോകാം. അല്ലേ? മാമൻ വന്നിട്ട് ശരിക്കും പോയിക്കോ. തിങ്കളാഴ്ച തിങ്കളാഴ്ച സ്കൂളുണ്ട്. തിങ്കളാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ നാളെ ഇങ്ങോട്ട് പോന്നെ. നാളെ സ്കൂളുണ്ടോ? നാളെ സ്കൂളില്ല, മറ്റന്നാൾ സ്കൂളുണ്ട്. ഞാൻ നാളെ വരാം. നാളെ വൈകുന്നേരം വരാം. ഞാൻ വന്നു പോയില്ലേ. ഞാനൊക്കെ ചെറിയ കുട്ടിയായപ്പോ, ഞാനും ചെറിയ കുട്ടിയായപ്പോ, താത്തയും ചെറിയ കുട്ടിയായപ്പോ നമ്മളന്ന് പോയില്ലേ. അലിമാമ അമ്മന് ഇവിടേക്ക് രാത്രി വന്നപ്പോ പോവാ. അപ്പൊ ഇവിടുന്ന് ചായ കുടിച്ചു. മിന്നു മദർസ ഉണ്ടെങ്കിൽ ഇത്ര എനർജി ഇല്ല എനക്ക്. മദർസ ഇല്ലെങ്കിൽ ഇല്ലാണ് എനർജി ഫുള്ള് അല്ലേ. ഞാനില്ല നല്ല രസമായി. പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്ത് കൂടെ. അതാണ് അതിൻ്റെ ഇത് വരി. പുട്ട് രസമുണ്ടോ? ആ പുട്ടിൻ്റെ പാട്ടെന്താണ്? പുട്ട് മിന്നു നേരത്തെ പാടിന്നേ. ഏതാണ് പാട്ട്? ആ മറ്റേത് ഇന്ന് പുട്ട്. എന്നിട്ട് പറയും. നേരത്തെ നേരെ പാടി. പണക്ക് അറിയില്ലല്ലേ. ഞാൻ പറഞ്ഞാലപ്പ കുടുങ്ങിയ. ഇന്നലെ പോവാം. എന്നിട്ട് ഇന്ന് പോരാ.
പോന്നു. ഇവിടെ എത്തി. ഇനി പൊട്ടുന്നു. എന്തുണ്ടായി? എന്തുണ്ടായി? എന്ത് പിന്നുണ്ടായി? ഓൾക്കറിയില്ലേ? അതാണ് ഓൾക്കറിയില്ല സംഭവം. എനിക്കറിയാൻ വേണ്ടിട്ടല്ലേ. എനിക്കറിയാൻ വേണ്ടിട്ട് ഭയങ്കര ജഗജില്ലാണ് കേട്ടോ. എന്താ പറയാ? ജഗജില്ല. അല്ലാഹുമ്മ സല്ലി ലാക്കിന്നെ നുള്ളി എത്ര പെട്ടെന്നുള്ളി അങ്ങനൊക്കെ ഉണ്ടടി. ഏതൊക്കെ പൊട്ടൻ. അപ്പൊ ശരി എന്നാ ലൈലാത്ത വന്നിട്ട് നമുക്ക് വിറ്റടിച്ചു തരാം. കൊടുമുടി പോക്ക് ക്യാൻസൽ. ഇത് വെറും വെള്ളത്തിൽ വിടണതാ. വള്ളത്തില് ഇങ്ങനെ ഇട്ടക്കല്ലേ? ഇതിങ്ങനെ ഇട്ടച്ച അങ്ങനല്ല. പൊട്ടത്തി. ഇതെങ്ങനെ ഇട്ടാന്ന് എന്താ ഇക്ക് ചെടിനെ പറ്റിയൊരു വിവരമില്ലടി. ഇത് അല്ല പൊട്ടും. ഇത് പൊടി. ഇത് പൊടി. സാധനം ഇവിടെ അങ്ങനെ ഉറച്ച് അജാപ്പാക്കി തരുമോ? ഈ ജി ഗ്ലാസ്സിൽ വെള്ളം എടുത്ത ഒരു കത്രിക എടുത്ത അടുക്കേ. അപ്പോൾ ഈ വേരുള്ള ഭാഗം വെള്ളത്തിൽ കട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ. അങ്ങനെയാണ് അത്ര ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇവിടെ കട്ട് ചെയ്യാം. ബിസ്മില്ല. അടിപൊളി. ഇവിടെ കട്ട് ചെയ്യണോ? ഇവിടെ കട്ട് ചെയ്യണോ? ഇവിടെ കട്ട് ചെയ്യല്ലേ? ഉണ്ടാവുന്നല്ലേ പറഞ്ഞ. അങ്ങനെ കട്ട് ചെയ്യാം. അയ്യാലെ ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ ഭംഗിയില്ലാതിരിക്കുക. നല്ല പിന്നെ അത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. താഴ്ത്തി വെച്ചെടുക്കല്ലേ? നല്ല ഭംഗിയല്ലേ? ഇല മാത്രം അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ എങ്ങനെ കട്ടിയുണ്ട്? ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഉച്ചക്ക്. നാണും എൻ്റെ ടാറ്റയും ഉണ്ടാവില്ല. താറ്റും തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കിയേക്കാം. ഇമ്മാടെ ഒടിയേക്കാം. ഞങ്ങൾ നാളെ വൈകുന്നേരം വരും. ഏയ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ അങ്ങോട്ടൊക്കെ അല്ലേ? രസല്ല. ഇത് നേരാക്കാം. ഇതൊന്നും ശരിയാക്കി വെക്കട്ടെ. അങ്ങനെ അറിയില്ല. ഇത് ഭംഗിയില്ല കാണാൻ. ഒരു ഗ്ലാസും കൂടി ഒക്കെ വാങ്ങല്ലേ? നല്ല ഭംഗിയുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ആവും ഒന്നിങ്ങനെ പ്രതീക്ഷ. ഇനി വലുതാവൂല്ലേ? ഈ വേര് വെള്ളത്തിൽ തട്ടിയാൽ മതി എന്നാ പറഞ്ഞു. ആ ഇല ഒന്ന് കഴുകി കൊടുക്കണല്ലേ? ഇങ്ങോട്ട് പിടിക്കും. ഇല കഴുകി കൊടുത്താൽ നല്ല ഈ ഉമ്മാൻ്റെ അവിടെ അതിൽ മീനുണ്ട്. അതെ. അതിൽ മീനൊക്കെ ഉണ്ട്. ഇതിൽ മീനില്ല. അപ്പോൾ ഇത് കുറച്ച് അധികം കട്ട് ചെയ്തെടുക്കാം. നല്ല രസമുണ്ടല്ലേ? ആരടിയെ വിളിച്ചു? സ്വത്ത് ഇതങ്ങോട്ടൊക്കെ കാക്കണോ? കാക്ക പരീക്ഷ എന്നാ കാക്കുനും കൂടി കൊണ്ടുപോയാലോ? എങ്ങോട്ട്? എനിക്ക് നാളെ ഒക്കെ പരീക്ഷ ഉണ്ട്. ശരി. ഭംഗിയില്ലേ കാണാൻ? ഇതിനേക്കാൾ ഇഷ്ടമായത് ഇതാണ്. നല്ല രസമല്ലേ? നല്ല രസമല്ലേ? ഒരു ഫോട്ടോ എടുത്തത് നോക്കട്ടെ. മതി.
ഇത് ഇത് ഫോട്ടോ ഇത് വീഡിയോയിൽ കാണുമ്പോഴാണ് ഇത് വരാം ഭംഗി. അതെ അത് ശരിയാണ്, അത് അങ്ങനെ തന്നെ. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടേ നമ്മൾ ഇതിൻ്റെ ഇത് ഇവിടെ കട്ട് ചെയ്യാം. ഇതൊന്ന് കഴുകി കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് കഴുകി കൊടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് ഞാൻ ഈ വലുതിലിതിടും. ഓക്കെ, ഇതിങ്ങനെ തോന്നുന്നു. ഇതിങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ കരും. അതെ ശരിയാണ്, ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഇരിക്കുന്നില്ലേ. കടന്നിട്ടല്ല ചെയ്യും, അത് ഉയർത്തി നിന്നിട്ട്. ഇത് രണ്ടാക്ക വലുതായിട്ട് പറ്റണില്ലടി. ഇതൊക്കെ മതി, ഇത് വേണ്ട. അടക്ക ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ കൊടുക്കുക. ഇത് വീഡിയോ കാണുമ്പോഴാ രസല്ലേ, മറ്റേത് അതിനെക്കാട്ടിലും രസം. ഇതല്ലേ ഇത്, നിങ്ങളെ കൈയെടുക്ക് ഇമ്മ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ രസമല്ല, ഇതിൽ കാണുമ്പോഴാണ് രസം. രസം എനിക്ക് സാന്ന് പറയാറില്ലല്ലോ. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ചെടിയെ പറ്റിയിട്ടൊന്നും കൂടുതൽ അറിയില്ല. എനിക്ക് അതിനെക്കാളും അറിയില്ല. തരാം ജ്യൂസ് ഗ്ലാസ്. ഇങ്ങനെ ഈ കത്രിക അവിടെ നിർത്ത. ജ്യൂസാക്കിയ എന്നിട്ട് എല്ലാവരും ചോദിക്കണ്ട പരീക്ഷ എങ്ങനെയാന്ന്. അതെ, എളുപ്പമാവണേന്നാണ് എല്ലാരും. പിന്നെ എന്താ പരീക്ഷ ആവണേന്ന് പ്രാർത്ഥിക്കണവരാണേ. ആ പരീക്ഷ എങ്ങനെയായാലും എളുപ്പമായില്ലേ, എന്നാ മതി. അതാ പിന്നെ സമാധാനം. അതെന്താ അങ്ങനെ പറയരുത് സ്വത്തോ. ഇപ്പോഴൊക്കെ പഠിക്കാൻ സുഖമാണ്. താത്താടന്മാര് അർത്ഥം വെച്ച് പഠിക്കാനുള്ളതാണെങ്കിലോ അപ്പോഴല്ലേ ബുദ്ധിമുട്ട്. ഇപ്പൊ ഒരു പേജ് മൊത്തം കിട്ടുമോ? എങ്ങനെ ജയിക്കുക? ക്ലാസ്സിലെപ്പോഴേലും കാരണം എന്ത് ക്ലാസ് നല്ല കാര്യമുണ്ട്. എങ്ങനെ അലോലൊന്നും എന്തെങ്കിലും ആയിക്കോട്ടെ, പഠിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഓലൊക്കെ എന്തോ ആയിക്കോട്ടെ എന്നല്ല, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. കേട്ടോ, അത് തജ്വീദായാലും ലിസാനായാലും. എന്ത് ഇൻഷാ അല്ലാഹ്. പൂട്ടിയം ഓനിക്ക് ഇപ്പോൾ തിങ്കളാഴ്ചത്തോടു കൂടി ഓൻ്റെ മദർസ കഴിഞ്ഞു. ഓനക്ക് ഇനി മദർസ ഇല്ല, ഒരിക്കലും ഇല്ല. അടുത്ത കൊല്ലുണ്ട്. നാളെ ഏതാ പരീക്ഷ? അക്കീദ ഫസ്റ്റ് 8 മണിക്ക് തന്നെ അല്ലേ? പിന്നെ 8 മണിക്ക് നേരത്തെ പോട്ടെ. 8 മണിക്ക് നേരത്തെ പോട്ടെ എന്നോ? എങ്ങനെ എന്നിട്ട് എന്തുണ്ടായി? അതിന്റെ 15 മിനിറ്റ് മുമ്പ് പോകണം, അവിടെ എത്തണം. ഇവിടെ നടന്നു പോയിട്ട് അവിടെ എത്തണ്ടേ? നല്ലപോലെ നടന്നിട്ടാ പോയത്. അല്ല 10:40 ഇവിടുന്ന് പോയത്. 15 മിനിറ്റ് മുമ്പേ എന്താ പറയുന്നത്? അപ്പൊ 10:30 അവിടെ എത്തണം. 10:30 അവിടെ എത്തണം. അപ്പൊ 10:45 എത്തണം. 10:30 അവിടെ ഉസ്താദ് പേപ്പർ കൊടുക്കാൻ റെഡി ആയപ്പോഴത്തേന് ഞാൻ വണ്ടി കയറി. ഉസ്താദ് എത്ര വിളിച്ചിട്ട് ഉസ്താദ് കേൾക്കണില്ല. ഞാൻ ഉസ്താദേ വിളിച്ചാൽ ഉസ്താദ് കേട്ടു.
അപ്പൊ ഉസ്താദിന്റെ പറഞ്ഞ എന്റെ ഉസ്താദ് ഏതെവിടെ ഉണ്ടായിരുന്നത്? ഏതെവിടെ ഉസ്താദ് ഉണ്ടായിരുന്നത്? അതെ. അപ്പൊ മറ്റേ ഉസ്താദ് ബംഗാൾ ഉസ്താദ് ഉണ്ടായിരുന്നു പരീക്ഷക്ക്. തിരാപ്പുറ, കുറ്റിപ്പുറം, പട്ടാമ്പി, നടുവട്ടം, എടപ്പലം. എവിടെ എടപ്പല അങ്ങനെ ഏന്ന് വെച്ചിട്ടാ ജനത, എടയൂര്, അല്ല പൂക്കാട്ടിരി. പൂക്കാട്ടിരി അവിടെ അവിടെയാണ് അവര് കൂടുതൽ പോകാറ്. അതെ, പൂക്കാട്ടിയാന്ന് തോന്നുന്നു. പൂക്കാട്ടിരി പൊതുപരീക്ഷക്ക് ഉസ്താദ്. അപ്പൊ ഓൽക്ക് മുജീബ് ഉസ്താദിനില്ല. മുജീബ് ഉസ്താദ് ഇന്ന്. അതെ, എപ്പോ? രാവിലെ പരീക്ഷക്ക്? ഉച്ചക്കോ? അന്റെ ഉസ്താദ് 2 നേരം ഉണ്ട്. അത് നിങ്ങളെ സദറ. ഞാൻ വിചാരിച്ചു സദറായിട്ട് ദിവസം കൂടി കഴിഞ്ഞാ ഇത് വരും. എന്താണ് മറ്റേ എന്ത് മുഫദ്ദിസ് ഒരു വട്ടം വന്നില്ലേ? വന്നു. മുഫദ്ദിസ് പരീക്ഷയുടെ മുന്നേ വരിക അല്ലേ? സ്വത്ത് വന്നു പോയില്ലേ? ആ ഓൽക്ക് വന്നിക്കണല്ലോ അന്ന് മുഫദ്ദിസ് അല്ലേ? ഇപ്പടുത്ത് ജാക്കറ്റ് അല്ലേ, കോട്ടല്ലേ? ആ ചോദ്യം ചോദിച്ചിട്ടാണ് അന്നിയും റിഷാനും വിടുകയുള്ളൂ. ആ പെണ്ണ് വേണമെങ്കിൽ പഠിച്ചാൽ മതി. കുഞ്ഞുമണിയെ ചോറ് പറ്റേ? കുഞ്ഞുമണിയെ പല്ലിന്റെ അല്ലേ? എന്റെ പല്ലിന്റെ ഇട പോയി ഇല്ലടാ, എന്റെ കുറഞ്ഞൂലേ? അതാ നല്ല ഉണ്ടായിരുന്നടാ. അത് നമുക്ക് കണ്ടിട്ടാ അല്ല. എന്റെ പല്ലുകള് വന്നപ്പോഴേ റിഷാൻ ഇങ്ങോട്ട് ആടാ, അത് നന്നായിട്ട് നല്ല ഇടണ്ടായിരുന്നു. നല്ല നല്ല ഇങ്ങോട്ട് തീരി. അടിപൊളി. ഇല്ല, എന്റെ മറ്റേ പല്ലും കൂടി വരുമ്പോ ചെലപ്പോ ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് വരിക. എന്റെ പല്ലൊക്കട്ടെ നോക്കട്ടെ. സ്കൂളിൽ തന്നെ അവള് മാസ്ക് ഇട്ടിട്ട് നടക്കണേ. അവളെ പല്ല് മുമ്പ് മാത്രമേ ശരിയാ, ബാക്കിയൊക്കെ ഒരേപോലത്തെ. നോക്കട്ടെ, ഒന്ന് എഴുതുന്ന ചുണ്ട് കൂട്ടിയാൽ മാത്രമേ മറ്റപ്പോ വന്നു സാറേ പല്ല് കാണണ്ട. മറ്റേ കൊക്കും ആ സ്കൂട്ട് ഗെയിമില് പല്ല് കാണാൻ പറ്റൂലല്ലോ, അതേപോലെ ഉസ്താദ് പല്ല് കാണാൻ പാടില്ല. പല്ല് കണ്ടാ മറ്റേ തോക്കൊണ്ട് വെടിവെക്കൊന്നും അറിയില്ല. ഇത് വേറെ പേപ്പർ വാങ്ങി വെക്കും. പല്ല് കണ്ടാ മറ്റേ ഔട്ടാവുന്ന കണ്ടില്ല കളിയില്, അതേപോലെ പല്ല് കണ്ടപ്പോ ഔട്ടാവണേ. അല്ല, വർത്താനം പറഞ്ഞിട്ട് ചോദ്യം എഴുതുമ്പോ ഉത്തരം എഴുതുമ്പോ അങ്ങനെ ആവുന്നു. ആടി, എനിക്ക് അത്ഭുതായിട്ടോ. അവന്റെ ഈ പല്ലൊക്കെ അവന്റെ നല്ല വിടവുണ്ടായിരുന്നു. അവന്റെ അടിയത്തെ പല്ലൊക്കെ മൊയലിന്റെ പല്ല് പോര്, ക്യാരറ്റിന്റെ പല്ല്. എന്റെ കൂട്ടുകാരൻ മുസ്താഫ പീപ്പിക്കുണ്ട്. ഇമ്മ ഇവിടെ ഒരു പല്ല്, അതിന്റെ ഇവിടെ ഒരു നല്ല ഇഷ്ടാവും. നല്ല രസക്കാരെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചതേപോലെ. എന്നാ പഠിച്ചോളി. മീ പൊന്നു എഴുതിക്കോ. ഇന്ന് പഠിച്ച എല്ലാരും എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും.